എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധോത്തരാർത്ഥമധ്യായം 70 ശ്ലോകം 29 മുതൽ 36 വരെ 8 ശ്ലോകങ്ങൾ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 29. തന്നോ ഭവാൻ പ്രണതശോകഹരാംഘ്രിമോ ബദ്ധാൻവിയുങ്ക്ഷ്വ മഗധാഹ്വയ കർമ്മപാശാത് യോ ഭൂഭുജോ ആയുധമതംഗജവീര്യമേകോ ബിഭ്രദ്വിരോധഭവനേ മൃഗരാട് ഇവാവി. 10,000 ആനകളുടെ ശക്തിയോടുകൂടിയ ജരാസന്ധൻ ഒരുവൻ സിംഹം പെണ്ണാടുകളെ എന്ന പോലെ അനേകം രാജാക്കന്മാരെ അവന്റെ ഭവനത്തില് ബന്ധിച്ചിട്ടിരിക്കുന്നു. നമസ്കരിക്കുന്നവരുടെ സർവ്വസങ്കടങ്ങളെയും തീർത്തു രക്ഷിക്കുന്ന ഭഗവാന് അവിടുന്ന് ജരാസന്ധൻ ചെയ്തിരിക്കുന്ന ബന്ധനരൂപമായ പാശത്തിൽ നിന്ന് ഞങ്ങളെ അഴിച്ചുവിട്ട് രക്ഷിക്കണമേ. യോ വൈ ത്വയാ ദ്വിനവകൃത്വൗദാത്തചക്ര ഭഗ്നോ മൃധേ ഖലു ഭവന്തമനന്തവീര്യം ജിത്വാ നൃലോകനിരതം സഹൃദൂഢദർപ്പോ യുഷ്മൽ പ്രജാരുജതി നോജിത തദ്വിധേഹി. ഞങ്ങളെ കൂടുതൽ ഉപദ്രവിക്കാൻ ഉള്ള കാരണം എന്താണ് എന്നുള്ളത് ആ രാജാക്കന്മാര് ഭഗവാനോട് പറയാണ്. ശത്രുക്കളെ സംഹരിക്കാൻ സാമർഥ്യമേറുന്ന സുദർശനം എന്ന ചക്രായുധം ധരിച്ചിരിക്കുന്ന ഹേ മഹാപ്രഭു, ആ ജരാസന്ധൻ അങ്ങയോടുകൂടി 18 പ്രാവശ്യം യുദ്ധം ചെയ്തു. 17 പ്രാവശ്യവും അവൻ തോറ്റു. പരിച്ഛേദിക്കാൻ കഴിയാത്ത വീരത്തോടുകൂടിയ ഇന്ദ്രയോടിയെ ആർക്കാ ജയിക്കാൻ കഴിയാം? എങ്കിലും മനുഷ്യ വിനോദത്തില് താല്പര്യത്തോടുകൂടിയ അങ്ങ് 18ാമത്തെ പ്രാവശ്യം തോറ്റവൻ എന്ന പോലെ നടിച്ച് ഓടി. ആരാലും ജയിക്കപ്പെടാത്ത ഇന്ദ്രയുടെ ഈ നാട്യം എന്തിനായിരുന്നു? ആർക്കറിയാം? രാജാക്കന്മാര് പറയും, എന്തിനാണ് അങ്ങ് അങ്ങനെ ചെയ്തത്? അങ്ങയുടെ ഈ നാട്യ നിമിത്തം അവന അഹങ്കാരം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഭഗവാന് ഇന്ദ്രയുടെ പക്ഷത്തിലുള്ളവരാണ് ഞങ്ങൾ എന്നുള്ള ആ ഒരൊറ്റ ദ്വേഷബുദ്ധിയോടുകൂടിയാണ് ആ ജരാസന്ധൻ ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തില് എന്ത് പ്രവർത്തിക്കുന്നതായ യുക്തമായിട്ട് തോന്നുന്നുണ്ടോ അത് അങ്ങ് താമസിയാതെ പ്രവർത്തിക്കണേ. ഞങ്ങളെ അവന്റെ ഈ ബന്ധനത്തിൽ നിന്നും രക്ഷിക്കണേ എന്ന് രാജാക്കന്മാര് അപേക്ഷിക്കുന്നതായിട്ട് ആ ദൂതൻ വന്ന് സഭയിൽ വന്ന് പറയാണ്. ദൂത ഉവാച ഇതിമാഗധ സംരുദ്ധ ഭവദ്ദർശനകാംക്ഷിണ പ്രപന്നാ പാദമൂലം തേ ദീനാനാം സംവിധീയതാം. ഇതിമാഗധ സംരുദ്ധ ഭവദ്ദർശനകാംക്ഷിണ പ്രപന്നാ പാദമൂലം തേ ദീനാനാം സംവിധീയതാം. ദൂതൻ പറയാണ്, ആ ജരാസന്ധന്റെ ബന്ധനത്തിൽ കിടന്ന് ക്ലേശിക്കുന്ന ആ രാജാക്കന്മാര് അവിടുത്തെ കാണാൻ ആഗ്രഹിക്കുന്നവരായിട്ട് അങ്ങയുടെ പാദമൂലത്തെ ശരണം പ്രാപിച്ചിരിക്കുന്നു. ദുഃഖിതന്മാരായ അവർക്ക് സൗഖ്യം നിന്തിരുവടി ഉണ്ടാക്കി കൊടുക്കണമേ. ശ്രീ ശുക ഉവാച രാജദൂതേ ബ്രുവത്യേവം ദേവർഷി പരമദ്യുതി ബിഭ്രൽ പിംഗജടാഭാരം പ്രാദുരാസീൽ യഥാരവി. ശ്രീ ശുകബ്രഹ്മർഷി പറയാണ്, രാജാക്കന്മാര് അയച്ച ദൂതൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അത്യുത്കൃഷ്ടമായ ബ്രഹ്മതേജസ്സം വഹിച്ചുകൊണ്ടിരിക്കുന്ന ദേവർഷി ശ്രീനാരദൻ സാക്ഷാൽ സൂര്യൻ എന്ന പോലെ ശ്രീകൃഷ്ണ സമീപത്തിൽ എത്തി. തം ദൃഷ്ട്വാ ഭഗവാൻ കൃഷ്ണ സർവലോകേശ്വരേശ്വര ഭവന്ത ഉത്ഥിത ശീഷ്ണ സസഭ്യ സാനുഗോമുദ. എല്ലാ ലോകങ്ങളുടെയും സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മാവ് മുതലായവർക്കും നാഥനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രീ നാരദ മഹർഷിയെ കണ്ട ഉടനെ എഴുന്നേറ്റ് വളരെ സന്തോഷത്തോടുകൂടി ദണ്ഡ നമസ്കാരം ചെയ്തു. സഭയിലുള്ളവരും അനുചരന്മാരും എല്ലാവരും ഭഗവാന്റെ
കൂടെ നമസ്കരിച്ചു നാരദ മഹർഷിയെ. സഭാജയിത്വാ വിധിവത് കൃതാസന പരിഗ്രഹം ബഭാഷേ സൂനൃതൈർവാക്യൈ ശ്രദ്ധയാ തർപ്പയൻ മുനി. ഇങ്ങനെ വിധിപ്രകാരം സൽക്കരിച്ചിരിക്കാൻ പീഠം നൽകി അതിന്മേലിരിക്കുന്ന മഹർഷിയെ അതിമധുരങ്ങളായ വാക്യങ്ങൾ കൊണ്ട് സന്തോഷിപ്പിക്കാൻ വിചാരിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു. അപിശ്രിതദ്യലോകാനാം ത്രയാണാമകുതോ ഭയം നനു ഭൂയാൻ ഭഗവതോ ലോകാൻ പര്യടതോ ഗുണ. 3 ലോകത്തിൽ വസിക്കുന്നവർക്കും ക്ഷേമം തന്നെയല്ലേ നാരദ മഹർഷി? അവർക്ക് യാതൊരാൾക്കും യാതൊരുവിധ ഭയവും നേരിടാതെ തന്നെ ഇരിക്കുന്നില്ലേ? ഒരിടത്ത് സ്ഥിരമായി വസിക്കാതെ ലോകസഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹർഷിയെ കണ്ടതുകൊണ്ട് ലോകത്രയ വർത്തമാനവും അറിയാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതായ ഒരു ഗുണം എത്ര മഹത്തായതാണ്. അങ്ങയെ കണ്ടതുകൊണ്ട് 3 ലോകത്തിലെ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാലോ എന്ന്. അതൊരു മഹത്തായ കാര്യല്ലേ എന്ന് ചോദിക്കുക ഭഗവാൻ. നഹിതേ വിദിതം കിഞ്ചിൽ ലോകേഷു ഈശ്വര കർത്തൃഷു അധ പൃച്ഛാമഹേയുഷ്മാൻ പാണ്ഡവാനാം ചികീർഷിതം. ഹേ ഋഷേ, ഈശ്വര സൃഷ്ടങ്ങളായ ലോകങ്ങളിൽ അങ്ങയാൽ അറിയപ്പെടാത്ത യാതൊരു വർത്തമാനവും ഇല്ല. ഈ 3 ലോകങ്ങളിൽ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങേക്ക് അറിയാം. അതുകൊണ്ട് പാണ്ഡവന്മാർക്ക് സുഖം തന്നെയല്ലേ? എന്താ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്ന് അറിയണമെന്നുണ്ട് എനിക്ക് എന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ ചോദിക്കണു നാരദ മഹർഷിയോട്. നാരദ മഹർഷി അതിനുള്ള മറുപടി പറയുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.